എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് എന്താ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തൊട്ട് എടുത്തു തുടങ്ങുകയാണ്. അപ്പം ഇത് ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും. കുറച്ച് ദിവസങ്ങളിലെ വീഡിയോസ് എല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോ ആക്കാനായിരിക്കും മിക്കവാറും ഞാൻ നോക്കുന്നത്. കാരണം അങ്ങനെ ഇന്ന ദിവസത്തെ വീഡിയോ എടുക്കണം, ഇന്നടത്ത് പോകണം എന്നുള്ള വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് എന്താ പറയുന്ന ഒരു ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് ഇൻ കേരള ആ ഒരു രീതിയിൽ വലിയൊരു വീഡിയോ, ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ വെളുപ്പിന് രാവിലെ ടൈമാണ്, രാവിലെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ശ്രീഹരി മസാല ദോശയും ഞാൻ അവരുടെ മെനുവിൽ ഒരു സെറ്റ് ദോശ എഗ് റോസ്റ്റ് ഒരു കോംബോ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ സെറ്റ് ദോശയെന്ന് വെച്ചാൽ നമ്മുടെ അപ്പം ആണെന്ന് വിചാരിച്ചില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു സെറ്റ് ദോശയും എഗ് റോസ്റ്റും ആ ഒരു കോംബോ. നമ്മുടെ അപ്പവും മുട്ട റോസ്റ്റും പോലെ തന്നെ, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, ഫ്ലോപ്പായില്ല, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് കയറാനുള്ള സമയമൊക്കെ ആയി. ഫ്ലൈറ്റിലൊക്കെ കയറി. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി കഴിഞ്ഞിട്ട് ആക്ച്വലി ഉച്ചയ്ക്ക് ആറായപ്പം തന്നെ കൊച്ചിയിലെത്തി. പക്ഷേ ഈ നമ്മൾ ബാഗേജിൻ്റെ കൗണ്ടറിൽ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വീട്ടിലെത്തേണ്ടായിരുന്നു. ഇവിടെ കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ച് നിന്നു. ഇപ്പം ഞങ്ങളുടെ ബാഗ് വരും എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ടാക്സി എടുത്തുകൊണ്ട് നേരെ ഇരിഞ്ഞാലക്കുടയ്ക്ക് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. മിക്കവാറും ഞാൻ അങ്ങനെയാണ്, നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് വലിയൊരു വീഡിയോ എടുത്ത് നടക്കാൻ എനിക്കങ്ങനെ തോന്നാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ശ്രീഹരി എന്നെ ഓർമ്മിപ്പിക്കുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി വീഡിയോസ് എടുക്കുന്നത് നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലെത്തി. ഹായ്, അപ്പം നമ്മളിപ്പം നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായി. ഇന്നലെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. വൈകുന്നേരം ഇപ്പം ഞങ്ങൾ കൂടൽമാണിക്ക അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ തൊഴുതു, അതിന് ശേഷം ഇപ്പം അവിടെ തൊഴാൻ പോവാം. പിന്നെന്താ, പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പിന്നെ അത് കഴിഞ്ഞൊന്നും ഞങ്ങൾ വന്നു, കിടന്നുറങ്ങി, അങ്ങനെ അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം നമുക്കിപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പോവാം.
ഹായ്, അപ്പം ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ ഞങ്ങൾ മാന്നാത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തണം. ഞാൻ കഴിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഈ മോഷൻ സിക്നെസ് ഉള്ളതുകൊണ്ട് നമ്മൾ യാത്രയിൽ കുറച്ചു നേരം വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. അല്ലാതെ നമ്മൾ കഴിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പം അങ്ങനെയാണ്. ഇരിഞ്ഞാലക്കുട കഴിഞ്ഞിട്ടില്ല, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോഴേ ഇത് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. മുരിങ്ങൂറ് തൊട്ട് ചാലക്കുടി കഴിഞ്ഞില്ലേ, കഴിഞ്ഞ് മുരിങ്ങൂറ് തൊട്ട് കുറച്ച് ഭാഗം ഫുൾ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അവിടെ വന്നപ്പം ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, നേരെ ചൊവ്വേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പം അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സ്ലോയിലാണ് പോകാൻ പറ്റത്തുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ സ്ഥിരം കയറുന്നത് ആലുവയിലുള്ള ഒരു ശരവണഭവനായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ ഭയങ്കര പൊട്ട ഫുഡായിരുന്നു കിട്ടിയത്, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ ഇത്തവണ ഞങ്ങൾ ഇവിടെ, അതിനു മുമ്പ് അങ്കമാലി കഴിയുമ്പോഴത്തേനും ഒരു A2B ഉണ്ട്, അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ കൊരട്ടിയുടെ അവിടെ റൈറ്റ് സൈഡിലൊരു ശരവണഭവൻ കണ്ടു. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം മറ്റേ ആലുവയിലുള്ള ശരവണഭവൻ പോലും അത്ര പൊട്ടയൊന്നും അല്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ ഫുഡ്. റൈറ്റ് സൈഡിലായിരുന്നത്. കൊരട്ടി ഭാഗത്തൊരു ശരവണഭവനുണ്ട്. അങ്ങനെ അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ചു, കാപ്പിയും കുടിച്ചു. അങ്ങനെ ഞാനേ മുമ്പേ പറഞ്ഞില്ലേ അങ്കമാലിയിലെ അങ്കമാലി അല്ലത്, അങ്കമാലിക്കൊക്കെ മുമ്പ്, കൊരട്ടിക്ക് മുമ്പ് ഒരു A2B ഉണ്ടായിരുന്നു, അതാണ് ക്ലോസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞേ. ഞങ്ങളിപ്പം അങ്കമാലി എത്തുന്നതേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഫുൾ പണിയാണ്. ഇവിടെയൊക്കെ ഇപ്പോഴാണ് ഈ ഭാഗത്തൊക്കെ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പണികളൊന്നും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഒരുമാതിരി വൃത്തിയായിട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇവിടെയൊക്കെ ഫുൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. പാട് ശ്രീരി. ഇപ്പം ഞങ്ങൾ ആലുവ എത്തി. നമ്മൾ എയർപോർട്ടിന്റെ മുന്നിലത്തെ ബ്ലോക്ക് ആണെന്ന് തോന്നൂല്ലേ? എയർപോർട്ട് കഴിഞ്ഞു? ഇല്ല, അയ്യോ എയർപോർട്ട് കഴിഞ്ഞോ? പിന്നെ എന്തിന്റെ ബ്ലോക്ക്? എവിടെ? നല്ല ബ്ലോക്ക്. എനിക്ക് അത്താണി ഇത് എയർപോർട്ടിന് മുന്നിലുള്ള ബ്ലോക്കാണെന്നാ തോന്നുന്നത്. കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കാണ്. ഇതാണ് രാവിലെ ഇറങ്ങിയില്ലെങ്കിലുള്ള കുഴപ്പം. എന്താന്ന് വെച്ചാൽ ഇതാണ് മെയിൻ പ്രശ്നം, ഇല്ലേ? ശ്രീയുടെ ഇരിപ്പുണ്ട്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. രാവിലെ ഇറങ്ങിയില്ലെങ്കിൽ ഈ ഒരു ഭാഗം, ഇതെനിക്ക് ആലുവ ബ്രിഡ്ജാണോ ഇത്? ആലുവ ബ്രിഡ്ജിന്റെ മുന്നിലുള്ള ബ്ലോക്ക്. ഞാൻ എയർപോർട്ട് കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല, ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ച എയർപോർട്ടിന്റെ മുന്നിലുള്ള ബ്ലോക്ക് ആയിരിക്കും. അവിടെ സാധാരണ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ബ്ലോക്ക് ഉള്ളതാ. പക്ഷെ ഇതിപ്പം ആലുവ ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു.
ബ്രിഡ്ജിന്റെ അവിടെ ഉള്ള ബ്ലോക്ക് ആണോ എന്നറിയത്തില്ല, നോക്കണം. അതെ, ബ്രിഡ്ജിന്റെ അവിടെ ഉള്ള ബ്ലോക്ക്. അതുകൊണ്ട് ആലുവ ടെമ്പിൾ അങ്ങോട്ട്, ആലുവ ബ്രിഡ്ജിലുള്ള ബ്ലോക്കാണ്. എവിടം തൊട്ട് കിടക്കുമായിരുന്നെന്നറിയാവോ? ഇപ്പൊ നമ്മൾ ആലുവ പാലത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. താഴെക്കൂടെ ഒഴുകുന്ന നദി പെരിയാറ്. ഇതെപ്പോഴും ഉള്ളത്, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും സ്ഥിരമുള്ള ബ്ലോക്കാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെയൊക്കെ രാവിലെ ഒരു 5:30-6 മണിയൊക്കെ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഒക്കെ പെട്ടെന്ന് കടന്നു കിട്ടും. ഇപ്പൊ സമയം 10 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും തിരക്ക്, ഭയങ്കര തിരക്ക്, ഇത്രയും ബ്ലോക്കായത്. തിരിച്ചു വരുമ്പോ എപ്പോഴും ഈ ഭാഗമൊക്കെ ഇങ്ങനെ തന്നെ അനുഭവിക്കുന്നതാ. ഇതാണ് നമ്മുടെ പെരിയാർ. അങ്ങനെ നമ്മൾ ആലുവ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇനി തുടങ്ങാൻ പോകുന്നു മെട്രോയുടെ സിഗ്നലുകളും ബ്ലോക്കുകളും. പെട്രോൾ അടിക്കണം, പെട്രോൾ പമ്പിൽ കയറണം. ഇനി അങ്ങോട്ട് നമുക്ക് മെട്രോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സിഗ്നലുകൾ കുറേ ഉണ്ടല്ലോ. ഈ മെട്രോ പോന്നു, കിട്ടിയില്ല, അല്ല കിട്ടുമോ? മെട്രോ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അയ്യോ, ചൂടാ, ഭയങ്കര ചൂട്. ബാംഗ്ലൂരിലെക്കാട്ടിലും ചൂടാണോ? ബാംഗ്ലൂരും ഞങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ചെല്ലുമ്പോഴത്തേക്കിനും കുറച്ച് കുറയുമെന്നാണ് ഒരു പ്രതീക്ഷ. മെയ് ഒരു പകുതി കഴിയുമ്പോഴത്തേനും ഒക്കെ ബാംഗ്ലൂരിൽ സാധാരണ ചൂട് കുറയുന്നതാണ്. ഇനി അറിയത്തില്ല ഇനി ഇത്തവണ എങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ അരൂര് കഴിഞ്ഞു. അരൂര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടം വരെ അങ്ങ് വരെ പണി കിടക്കുകയല്ലേ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എന്തേണ്ട ഈ ഒരു രീതിയിലാണ് ഇപ്പോഴും ഇവിടുത്തെ യാത്രകൾ. ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞ 2 തവണയായിട്ട് വന്നപ്പം മൊത്തം ഫുൾ ഇങ്ങനെ ആയിരുന്നു. എറണാകുളം ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും എടപ്പള്ളിക്ക് ശേഷം വലിയ ബ്ലോക്ക് ഇല്ലാതെ ഇങ്ങനെ വന്നു. എടപ്പള്ളി വരെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് നിരങ്ങിയാണ്. കണ്ട് ഇങ്ങനെ നിരങ്ങി നമുക്ക് ഹരിപ്പാട് വരെ പോണം. ഏകദേശം ഹരിപ്പാട് വരെയൊക്കെ ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. ആണോ? ബിരിയാണി ഇല്ലെങ്കിൽ സന്തോഷമായോ? ഒരു ബിരിയാണി പറ്റിച്ചു ഞാൻ വിശ്വസിച്ചു, ചോറാണ്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഏവീസില്, അതായത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ ഒരു ഏവീസ് ഉണ്ട്. ആ ഏവീസിലാണ് ഞങ്ങൾ സ്ഥിരം കഴിക്കാൻ കയറുന്നത്. അപ്പം അവിടെ കയറി ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ഇത്തവണ കഴിച്ചത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ബിരിയാണി കിട്ടുമെന്ന്. കാരണം ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവിടെ ചോദിക്കും, ഒന്നും ഇല്ലെങ്കിൽ ആയി കാണത്തില്ല, അല്ലെങ്കിൽ തീർന്നുപോയി, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പം ഇത്തവണ പക്ഷെ കിട്ടി. നല്ല ബിരിയാണി ആയിരുന്നു.
ഈ എന്താ പറയുന്നത്, ഞങ്ങൾ ഈ ഒന്നാമത് എറണാകുളം തൊട്ട് അങ്ങോട്ട് എപ്പോഴും ഒരു മസാല കുറഞ്ഞ ടൈപ്പ് ആ ഒരു ബിരിയാണി അല്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സൈഡിലുള്ള ബിരിയാണിയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇത് മസാലയൊക്കെ ഉള്ള നല്ല ബിരിയാണി ആയിരുന്നു. ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് അതാണ് കൂടുതലും താല്പര്യം. അതുകൊണ്ട് അപ്പോൾ അത് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ലപോലെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. കുറേ നാളായി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട്, ഞങ്ങൾ രണ്ടുപേരും കഴിച്ച ഐസ്ക്രീം. ഇനി നമുക്ക് ഇനിയുണ്ട്. ഇപ്പം ആലപ്പുഴ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മാന്നാത്ത് എത്തി. അവിടെ 2 ദിവസം നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് കൂടൽമാണിക്യം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് 2 ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല, എടുക്കാനായിട്ട് മറന്നുപോയി ആക്ച്വലി. അങ്ങനെ മാന്നാത്തുനിന്ന് തിരിച്ചുള്ള യാത്ര ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി അങ്ങ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തത് കൂടൽമാണിക്യം അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ നേരത്താണ് ഞാൻ വീഡിയോ ഇത്രയും ദിവസമായിട്ട് എടുത്തിട്ടില്ലല്ലോ, ഇതെങ്കിലും എടുക്കാമെന്നുള്ള വെച്ച് ഞാൻ എടുത്തതാണിത്. അപ്പോൾ ഞങ്ങൾ 4-ാം ദിവസം ആണ്, ഞങ്ങൾ മാന്നാത്തു നിന്നൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഉത്സവം തുടങ്ങി. ഇതിപ്പം 4-ാം ദിവസമാണ്. ഇത് മേഘാജുനൻ തന്നെയാണല്ലോ ആദ്യത്തെ ദിവസമല്ലേ. ഇതിനാണ് വിളക്കെന്ന് പറയുന്നത്. ആണോ? അപ്പം ഞങ്ങളവിടെ നിന്നപ്പോഴത്തേന് ശ്രീരാമ പട്ടാഭിഷേകം ഒരു നിഴൽ നാടകമാണെന്ന് തോന്നുന്നത്, അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കടകളൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി.
ഉത്സവത്തിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കൂടെ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ പുറത്തേക്കേ ഇറങ്ങിയില്ല, അതുകൊണ്ട് ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഇപ്പം തിരിച്ചു പോകുന്നതിൻ്റെ വീഡിയോ ആണ്. അതും രാവിലെ തന്നെയായിരുന്നു ഫ്ലൈറ്റ്. കൊച്ചിയിലെത്തി. അപ്പം തിരിച്ചു പോകാൻ ഞങ്ങൾ സമയമൊക്കെ ആയപ്പോഴത്തേനും 3 മണിക്കൂറിന് മുമ്പ്, ഡൊമസ്റ്റിക് ആണെങ്കിലും 3 മണിക്കൂറിന് മുമ്പ് എയർപോർട്ടിൽ എത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ എത്തി. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ ബാക്ക് ടു നമ്മ ബംഗളൂരു. ഇതും ഞങ്ങൾ ഉച്ചയ്ക്കായപ്പോഴത്തേനെത്തി. അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റ് ആക്ച്വലി ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന്. പക്ഷേ ബ്ലോക്കൊക്കെ പെട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ എന്നുള്ളത് 1-2 മണിക്കൂറൊക്കെ ആവും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അങ്ങ് ലേറ്റായിപ്പോവും. ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായിപ്പോവും. പിന്നെ ഒന്നാമത് യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്ക് വിശക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ എക്സിറ്റിൻ്റെ അവിടെയുള്ള ഒരു സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ശ്രീഹരി കേർഡ് റൈസും ഞാൻ ബിസ്ബില്ലാബാത്തും, അതായത് നമ്മുടെ സാമ്പാർ സാദം, അതുമാണ് ഓർഡർ ചെയ്തത്. രണ്ടും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. ഓക്കെ എന്ന് പറയാനും മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് അത് പിന്നെ അങ്ങ് കഴിച്ചു. കാരണം പിന്നല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ പണി വരാൻ പോകുന്നത്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഓർഡർ ചെയ്തൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒത്തിരി ലേറ്റാവും, ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ നേരെ അതൊക്കെ അങ്ങ് കഴിച്ചിട്ട് യൂബർ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരാഴ്ചത്തെ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.